അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയങ്കരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ സ്വഹാബി അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അമറനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസബ്ഇൻ. എൻ്റെ പ്രിയ കൂട്ടുകാരൻ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് 7 കാര്യങ്ങൾ കൽപ്പിച്ചു. അതിലൊന്ന് വഅമറനി ബിഹുബ്ബിൽ മസാകീനി വദ്ദുനിവി മിൻഹും. മിസ്കീനുകളായ ആളുകളെ സ്നേഹിക്കാനും അവരോട് അടുക്കുവാനും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ചു എന്നാണ്. പാവങ്ങളായ മിസ്കീനുകളായ ആളുകളെ സഹായിക്കുക എന്നത് ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നരകാവകാശികളോട് സ്വർഗക്കാർ ചോദിക്കും, മാ സലകക്കും ഫീ സഖർ, നിങ്ങൾ എന്തുകൊണ്ടാണ് സഖർ എന്ന നരകത്തിൽ പ്രവേശിച്ചത് എന്ന്. അപ്പോൾ അവർ പറയുന്ന മറുപടി, ഖാലൂ ലൻ നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല, വലൻ നകു നുത്ഇമുൽ മിസ്കീൻ, മിസ്കീനുകൾക്ക് ഞങ്ങൾ ആഹാരമൂട്ടിയിരുന്നില്ല എന്നാണ്. സൂറത്തുൽ ഇൻസാനിൽ സ്വർഗാവകാശികളുടെ വിശേഷണമായി അല്ലാഹു പറഞ്ഞത്, വയുത്ഇമൂന അത്ത്വാമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. ആഹാരത്തോട് പ്രിയമുള്ളതോടൊപ്പം മിസ്കീനിനും യതീമിനും തടവുകാരനും അവർ ആഹാരം നൽകുന്നവരായിരിക്കുമെന്നാണ്. സൂറത്തുൽ ഇൻസാനിൻ്റെ 8-ാമത്തെ ആയത്താണ്. അപ്പോൾ മിസ്കീനുകളെ സഹായിക്കുക എന്നത്, അവരോട് ചേർന്ന് നിൽക്കുക എന്നത്, അവരെ ചേർത്ത് പിടിക്കുക എന്നത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ ഒരു കൽപ്പനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമതായി അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, വഅമറനി അൻ അൻളുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻളുറ ഇലാ മൻ ഹുവ ഫൗഖി. എന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കാൻ എൻ്റെ റസൂൽ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, എന്നേക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത് എന്നും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ചു എന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻളുറു ഇലാ മൻ ഹുവ ഫൗഖക്കും. നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക, നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. ഏറ്റവും വലിയ അർത്ഥവത്തായ ഒരു വചനമാണത്. ഒരു മനുഷ്യന് സന്തോഷമുണ്ടാകണമെങ്കിൽ തന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുകയാണ് വേണ്ടത്. തൻ്റെ വീടൊരു ചെറിയ വീടാണെങ്കിൽ അയാൾ ചിന്തിക്കേണ്ടത് വീടില്ലാത്ത ആളുകളെ സംബന്ധിച്ചാണ്. തനിക്കൊരു അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ, മാരകമായ അസുഖങ്ങൾ ബാധിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അയാൾ ആലോചിക്കേണ്ടതുണ്ട്. എപ്പോഴും നമ്മളെക്കാൾ താഴ്ന്നവരിലേക്ക്, നമ്മുടെ അത്ര അനുഗ്രഹം ലഭിക്കാത്തവരെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തിൻ്റെ വില നമുക്ക് തിരിച്ചറിയാൻ കഴിയും.
അതേ അവസരത്തിൽ നമ്മേക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കുമ്പോൾ എത്ര കിട്ടിയാലും ഒരു സംതൃപ്തി അടയുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതാണ് രണ്ടാമത്തെ കൽപ്പന. നിന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നീ നോക്കുക, നിന്നേക്കാൾ മുകളിലുള്ളവരിലേക്ക് നീ നോക്കരുത്. മൂന്നാമതായി പറയുന്നു, വഅമറനി അൻ അസിലർ റഹിമ വഇൻ അദ്ബറത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, കുടുംബ ബന്ധം ചേർക്കാൻ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിലും ഇങ്ങോട്ട് ബന്ധം ചേർത്തവരോട് മാത്രം അങ്ങോട്ട് ബന്ധം ചേർക്കുക എന്നുള്ളതല്ല, ഇങ്ങോട്ട് മോശമായി പെരുമാറുന്ന ആളുകളോടും അങ്ങോട്ട് നല്ല നിലയിൽ പെരുമാറുക. നമ്മോട് കുടുംബബന്ധം മുറിക്കാൻ ശ്രമിക്കുന്നവരോടും നമ്മൾ അങ്ങോട്ട് കുടുംബബന്ധം ചേർക്കുക എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഒരിക്കലൊരു സ്വഹാബി നബിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, എനിക്ക് ചില കുടുംബക്കാരുണ്ട്, ഞാൻ അവരോട് ബന്ധം ചേർക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവർ ബന്ധം മുറിക്കും. ഞാൻ അവരോട് എത്ര നന്നായി പെരുമാറിയാലും അവർ എന്നോട് ഇങ്ങോട്ട് മോശമായിട്ടാണ് പെരുമാറാറുള്ളത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ ചെയ്യുന്ന നന്മകൾ നീ തുടർന്നുകൊണ്ടേ ഇരിക്കുക, നിനക്കല്ലാഹു പ്രതിഫലം നൽകും. അവർ മോശമായി പെരുമാറുന്നതിന് അവർക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോടും നല്ല നിലയിൽ പെരുമാറുക, ബന്ധം വിച്ഛേദിക്കുന്നവരോടും ബന്ധം ചേർക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാലാമതായി അദ്ദേഹം പറയുന്നു, വഅമറനി അല്ലാ അസ്അല അഹദൻ ശൈആ. ഒരാളോടും യാതൊന്നും ചോദിക്കരുത് എന്ന് എൻ്റെ ഖലീൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നതാണ്. ഒരു വിശ്വാസി അവൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നവരാകണം. മറ്റുള്ളവരോട് യാചിക്കുന്ന ഒരു അവസ്ഥ ഒരു വിശ്വാസിക്കൊരിക്കലും ഉണ്ടാകരുത്. മറ്റുള്ളവരുടെ സഹായം ലഭിച്ചിരുന്നെങ്കിൽ എന്നിങ്ങനെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയും ഒരു വിശ്വാസിക്കുണ്ടാകരുത്. അള്ളാഹുവിൻ്റെ പ്രവാചകനായ ദാവൂദ് നബി അലൈഹിസ്സലാം രാജാവായിരിക്കുന്ന സന്ദർഭത്തിലും പടയങ്കി ഒരുക്കി അത് വിറ്റ് അങ്ങനെ ജീവിച്ചയാളാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ആശാരിപ്പണി ചെയ്തിരുന്നു, മരപ്പണി ചെയ്തിരുന്നു. സക്കരിയ നബി അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റു പ്രവാചകന്മാരും ആടിനെ മേച്ചിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവരോട് ചോദിക്കുക എന്നുള്ളതല്ല, മറിച്ച് അധ്വാനിച്ച് അഭിമാനത്തോടുകൂടി ജീവിക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഒരാളോടും ഒന്നും ചോദിക്കരുത്. പണ്ഡിതന്മാർ പറഞ്ഞത്, ആളുകളോട് ചോദിച്ചാൽ രണ്ടവസ്ഥയാണുള്ളത്. ഒന്നുകിൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ കിട്ടാതിരിക്കും. കിട്ടാതിരുന്നാൽ നമ്മളവിടെ വഷളാവുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം ചോദിച്ചിട്ട് അയാൾ തരാതിരിക്കുന്നു, അപ്പോൾ നമ്മൾ നമ്മുടെ അഭിമാനത്തെ അത് ബാധിക്കുന്നു. ഇനി നമ്മൾ ചോദിച്ചത് അയാൾ തന്നാൽ തന്നെ പിന്നെ നമ്മൾ അയാൾക്ക് വിധേയരാകേണ്ടി വരുമെന്നുള്ളതാണ്. ഈ പറഞ്ഞത് വ്യക്തിപരമായ കാര്യത്തിനാണ്, അല്ലാതെ പള്ളിയുടെ പിരിവിനോ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള വിഷയമല്ല പറഞ്ഞത്. അങ്ങനെ ജനങ്ങളോട് യാതൊന്നും ചോദിക്കാതിരിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നു, വഅമറനി അൻ അഖൂല ബിൽ ഹഖ് വഇൻ കാന മുറ. എത്ര കൈപ്പേറിയതാണെങ്കിലും ഹഖ് പറയാൻ അള്ളാഹുവിൻ്റെ ദൂതർ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഹഖ് പറയാ, സത്യം പറയാ, എങ്കിൽ അള്ളാഹിന്റെ സഹായം നമുക്കുണ്ടാകും. ആര് തന്നെ എതിർത്താലും അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാവും. നമ്മൾ കളവ് പറയുന്ന ആളുകളാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള രേഖയിൽ കെദ്ദാബ്, പെരുന്നുണയൻ എന്ന് എഴുതപ്പെടുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എത്ര കൈപ്പേറിയതാണെങ്കിലും സത്യം മാത്രം പറയുക. വകൂനൂ മഅസ് സ്വാദിഖീൻ, സത്യവാന്മാരുടെ കൂടെയാവുക എന്ന ഖുർആനിന്റെ കൽപ്പന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അടുത്തതായി അദ്ദേഹം പറയുന്നു, വഅമറനി അല്ലാ അഖാഫ ഫില്ലാഹി ലൗമത ലായിം. അള്ളാഹുവിൻ്റെ ദീനിന്റെ പേരിൽ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരു ആക്ഷേപകന്റെയും ആക്ഷേപത്തെ നമ്മൾ ഭയപ്പെടരുത്. ഇസ്ലാമികമായ മര്യാദകളനുസരിച്ച് ജീവിക്കുന്നതിൽ,
ഇസ്ലാമിക വേഷവിധാനങ്ങൾ സ്വീകരിക്കുന്നതിൽ, ദീൻ ജനങ്ങളോട് പറയുന്നതിൽ, തിന്മയെ എതിർക്കുന്നതിൽ ഒന്നും നമ്മൾ ആരെയും പേടിക്കരുത്. ആളുകൾ എന്താ വിചാരിക്കുക, ഞാനത് പറഞ്ഞാൽ അവരെന്താ വിചാരിക്കുക എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. അള്ളാനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ഒരാക്ഷേപകരുടെയും ആക്ഷേപത്തെ ഭയപ്പെടാതെ ജീവിക്കാനും അള്ളാഹുവിൻ്റെ ദൂതർ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഏഴാമതായി അദ്ദേഹം പറയുന്നു, വഅമറനി അൻ ഉക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന വാക്ക് അധികരിപ്പിക്കാനും എന്നോട് എൻ്റെ ഖലീൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിരിക്കുന്നു. എന്താ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഫഇന്നഹുന്ന മിൻ കൻസിൻ തഹ്തൽ അർശ്, അത് അർഷിൻ്റെ ചുവട്ടിലുള്ള നിധിയാകുന്നു. നമുക്കെല്ലാം അറിയുന്ന ദിക്റാണ്. അത് വർദ്ധിപ്പിക്കുവാനും അള്ളാഹുവിൻ്റെ ദൂതർ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വസീയത്തുകൾ, ഈ സുപ്രധാനമായ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായ ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇബ്രാഹിം അദ്ദേഹം മെഡിക്കൽ കോളേജിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിന് സമ്പൂർണമായ ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.